കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓരോ പൂരവും നടക്കുന്ന വർഷവും തൃശ്ശൂർ പൂരം ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ കളറ് കുറയ്ക്കാൻ, അതിൻ്റെ പ്രൗഢിയെ തകർക്കാൻ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ കുറച്ചു കാലമായിട്ട് തൃശ്ശൂരിൽ നടക്കുന്നു. ചിലപ്പോൾ ആനയുടെ കാര്യം പറയും, ചിലപ്പോൾ വെടിക്കെട്ടിൻ്റെ കാര്യം പറയും, അത് കഴിഞ്ഞാൽ എക്സിബിഷൻ്റെ കാര്യം പറയും, അത് കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ കർക്കശമായ മർക്കടപുഷ്ടിയുടെ കാര്യം പറയും. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പൂരത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നത്. ശബരിമലയുടെ ആചാരത്തെ തകർത്ത് ശബരിമലയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതുപോലെ തൃശ്ശൂർ പൂരത്തെയും തകർക്കാനുള്ള ഈ ശ്രമം ബോധപൂർവമായ ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയും. ഇന്നലത്തെ സംഭവം ഭരണകൂടമുണ്ടാക്കിയ ഭീകരതയാണ്. ഭരണകൂടമുണ്ടാക്കിയ അനാവശ്യമായ ഇടപെടലാണ് വർണ്ണപ്പകിട്ടാവേണ്ട തൃശ്ശൂർ പൂരം, ആ പൂരത്തിൻ്റെ വെടിക്കെട്ട് ജനങ്ങൾക്ക് അതിൻ്റെ വർണ്ണഭംഗി ഇല്ലാതെ പകൽപ്പൂരമാക്കി മാറ്റിയത്. അതിനേക്കാൾ വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ മഠത്തിൽ വരവ് എന്ന് പറയുന്ന ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്, അത് ഭഗവതി എഴുന്നള്ളി ശിവനെ കണ്ട് മടങ്ങുന്ന, വടക്കുനാഥനെ കണ്ട് മടങ്ങി സ്വസ്ഥം പന്തലിലേക്ക് മടങ്ങേണ്ട ഒരു ആചാരമാണത്. ആ ആചാരം മുടങ്ങി. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് വളരെ ഗൗരവമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ലക്ഷ്യം വളരെ കൃത്യമാണ്. കാരണം 11 മണിക്കാണ് സംഭവം. 11 മണിക്ക് തൃശ്ശൂരിൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവുമില്ല. വെടിക്കെട്ട് നടക്കുന്നത് 3 മണിക്കാണ്. 3 മണി എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ 3:30, 3:45 സാധാരണ വെടിക്കെട്ട് നടക്കുക. 11 മണിക്ക് എന്തിനാണ് ജനങ്ങളെ ലാത്തി ചാർജ് ചെയ്തത്? പോലീസ് ലാത്തി വീശിയത് എന്തിന് 11 മണിക്ക്? അപ്പം 11 മണിക്ക് റോഡിൽ ആരും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തൃശ്ശൂർ പൂരം പോലീസ് പൂരമാക്കാനുള്ള ഒരു ശ്രമമാണോ സർക്കാർ ചെയ്യുന്നത്? ജനങ്ങളെ കാണിക്കേണ്ട ആയിരക്കണക്കിന് പോലീസുകാരുടെ കുടുംബം വന്ന് കാണാനുള്ളതാണോ തൃശ്ശൂർ പൂരം? ഒരൊറ്റ ജനങ്ങളെ ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല. കളക്ടർ, സബ് കളക്ടറും ഭാര്യയും കാറിനകത്തായിരുന്നു, കുടുംബവും ഈ എഴുന്നള്ളിപ്പിൻ്റെ ഇടയിലേക്കാണ് കയറി വന്നത് കാറിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് 11 മണിക്ക് ലാത്തി ചാർജ് ചെയ്തത് ജനങ്ങളെ? തിരുവമ്പാടിയിലെ കുത്തുവിളക്കെടുക്കുന്ന വാര്യർക്ക് മാരകമായി പരിക്കുപറ്റിയിട്ടുണ്ട്. അയാളെ അടിച്ചിട്ടുണ്ട്, അയാളെ മർദ്ദിച്ചിട്ടുണ്ട്, അയാൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. വടക്കുനാഥ ക്ഷേത്രത്തിലെ തിരുമേനിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ഇപ്പോൾ വടക്കുനാഥ ക്ഷേത്രത്തിലെ പൂജാരിയെ തല്ലി, എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കുത്തുവിളക്കിടക്കേണ്ട വാരരെ തല്ലി, ഇപ്പം നമ്പൂരിയും തല്ലി, വാരരും തല്ലി. ഇനിയും തല്ലാൻ ആരുമില്ല. അപ്പോൾ ഇത് 11 മണിക്ക് ഈ സംഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് ദേവസ്വം ഈ വിഷയത്തെ പറ്റിയിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ വളരെ ഗൗരവമായിട്ട് പറയാൻ ആഗ്രഹിക്കാം. 3 മണിക്കൂർ നേരം ഒരു കാര്യം അന്വേഷിക്കാൻ കളക്ടർ വന്നിട്ടില്ല, SP വന്നിട്ടില്ല, കമ്മീഷണർ വന്നിട്ടില്ല, ഒരാളും വന്നിട്ടില്ല. 3 മണിക്കൂർ നേരം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട
ഒരു സന്ദർഭത്തിൽ ആ ഉദ്യോഗസ്ഥന്മാർ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു നിൽക്കുന്ന ഒരു പരിപാടി സ്തംഭനാവസ്ഥയിലായി മർദ്ദനമുണ്ടായതിനും അത് അന്വേഷിക്കാൻ പോലും 3 മണിക്കൂർ നേരത്തേക്ക് ഒരു ഉദ്യോഗസ്ഥനും വന്നില്ല, കളക്ടർ വന്നില്ല, കമ്മീഷൻ വന്നില്ല, ഒരാളും വന്നില്ല. ഞാൻ ഏറ്റവും അപലപിക്കണം എന്നാഗ്രഹിക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന കാര്യം, സ്ഥലം MLA ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല, ഈ നിമിഷം വരെ തിരിഞ്ഞു നോക്കിയില്ല. സ്ഥലം MLA ഇയാളൊക്കെ MLA ആണോ അതോ ഞാനിനി വേറൊരു വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഭവത്തിൻ്റെ സ്തംഭനാവസ്ഥയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഈ പൂരം കഴിഞ്ഞിട്ട് പോലും MLAക്ക് അതിലിടപെടാനോ MLA വന്ന് നോക്കാനോ തയ്യാറായില്ല. രാത്രി 11 മണിക്കുണ്ടായ സംഭവം പുലർച്ചെ 6 മണി വരെ മന്ത്രി വന്നില്ല. നിങ്ങൾ എന്താ പറയണേ? മന്ത്രി, ഈ പൂരത്തിൻ്റെ ചുമതല മന്ത്രി രാജനാണ്. വാസ്തവത്തിൽ മന്ത്രി രാജൻ രാജിവെക്കണം. മന്ത്രി രാജനും സുനിൽകുമാറും തമ്മിൽ എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ, വല്ല മറ്റേ അടുപ്പിൽ വഴക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. രാത്രി 11 മണിക്ക് ഒരു സംഭവം ഉണ്ടായിട്ട് മന്ത്രിയും MLAയും കടന്നു നോക്കിയില്ല. പൂരത്തെ തകർക്കാൻ മന്ത്രിയും MLAയും അടങ്ങുന്ന ഭരണകൂടത്തിൻ്റെ ബോധപൂർവമായ ശ്രമമായിരുന്നു അതിൻ്റെ പിന്നിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. 2:30 മണിക്ക് ഞാൻ ദേവസ്വം ഓഫീസിൽ ചെല്ലുമ്പോൾ കളക്ടറെ കാണാതെ, SP-യെ കാണാതെ, കമ്മീഷണറെ കാണാതെ, മന്ത്രിയെ കാണാതെ, MLA കാണാതെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന ദേവസ്വത്തിൻ്റെ ആളുകളെ കാണുന്നത്. അവരാരോട് എന്ത് ചെയ്യും? അടികിട്ടി. മഠത്തിൽ വരവിൻ്റെ വഴിയിൽ വെച്ച് കുത്തുവിളക്ക് പിടിക്കുന്ന ആൾക്ക് അടി കിട്ടിയപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? അവരാകെ സ്തംഭനത്തില്ല. ചോദിക്കാനും പറയാൻ ഒരാളും വരുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി ദേവസ്വം ഓഫീസിൽ പോയി ദേവസ്വത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ അപ്പോഴും പിന്തുണ പ്രഖ്യാപിക്കുന്നു, ഇന്നും പിന്തുണ പ്രഖ്യാപിക്കുന്നു. ദേവസ്വം എടുക്കുന്ന എല്ലാ നടപടികളിലും ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ രാത്രിയിൽ 2 മണി മുതൽ ദേവസ്വത്തിൻ്റെ കൂടെ നിന്ന് ദേവസ്വവുമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞങ്ങൾ ദേവസ്വത്തിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ സുരേഷ് ഗോപി അവിടെ വന്നു 3 മണിക്ക് ദേവസ്വം ഓഫീസിൽ. ദേവസ്വത്തിൻ്റെ ആളുകളുമായി സംസാരിച്ചു ഒരു തീരുമാനം എടുപ്പിച്ചു സുരേഷ് ഗോപി. അതിനുശേഷമാണ് ദേവസ്വത്തിൻ്റെ ആളുകൾ, ഒരുപക്ഷെ അദ്ദേഹം തന്നെ ബന്ധപ്പെട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല, കളക്ടർ അതിന് ശേഷമാണ് വരുന്നത് വടക്കുന്നാഥ ഓഫീസിൽ. കളക്ടറും കമ്മീഷണറും വടക്കുന്നാഥ ഓഫീസിൽ പോയിരുന്നിട്ട് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആൾക്കാർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സുരേഷ് ഗോപിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ദേവസ്വത്തിൻ്റെ ആളുകൾ അങ്ങോട്ട് ചെന്നു. ഞാനും പോയിരുന്നു കൂടെ. ആ സമയത്താണ് എന്ത് നിലപാടെടുത്താലും എല്ലാ കാര്യവും പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെയും ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് പോലീസ് പെരുമാറിയത്. അവിടെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ ചോദ്യം, അപ്പോഴും മന്ത്രിയില്ല. മന്ത്രി തൃശ്ശൂരുണ്ട്, CPI ഓഫീസിലുണ്ട്. CPIയുടെ ഓഫീസിൽ മന്ത്രിയുണ്ട്. ഇപ്പോഴത്തെ മന്ത്രിയുണ്ട്, മുൻ മന്ത്രിയുണ്ട്, രാജനുമുണ്ട്, സുനിൽകുമാറുമുണ്ട്. 2 പേരും വന്നില്ല. സുനിൽകുമാർ വരുന്നത് ഏതാണ്ട് 5:30 മണി 6 മണിക്കാണ്. എല്ലാ തീരുമാനവും എടുത്ത് മീഡിയ വന്ന്, നിങ്ങൾ മീഡിയക്കാരെ അവിടെ ഉണ്ടായിരുന്നല്ലോ, സുരേഷ് ഗോപിയുമായിട്ടുള്ള ചർച്ച മീഡിയക്കാർ കണ്ടതാണ്. തീരുമാനമെടുത്ത് അവസാനത്തെ ലാപ്പിൽ തീരുമാനമെടുത്ത് എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴാണ് സുനിൽകുമാർ വരുന്നത്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ ടൈമിംഗ് ശരിയാണെങ്കിൽ 5:45-നാണ്. 5:45 വരെ, 11 മണിക്ക് നടന്ന സംഭവത്തിൽ 5:45 വരെ സുനിൽകുമാർ വന്നില്ല. സുനിൽകുമാറിൻ്റെ പാർട്ടിയാണ് ഇവിടുത്തെ MLA. സുനിൽകുമാറിൻ്റെ പാർട്ടിയുടെ ചുമതലപ്പെട്ടയാളാണ് മന്ത്രി. അവരാണ് ഈ പൂരത്തിൻ്റെ ചുമതല. കടന്നു നോക്കിയില്ല. അതിനുശേഷമാണ് മന്ത്രി വരുന്നത്. എല്ലാം സ്മൂത്തായി പൊട്ടിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് അല്പം വൈകിയായാലും
വെടിക്കെട്ട് നടത്താനുള്ള തീരുമാനവും കരിമരുന്ന് ഇടാനും പോയ സമയത്താണ് മന്ത്രി വരുന്നത്. വീണ്ടും മന്ത്രി വിളിക്കുകയാണ്, ഒന്ന് കാണണം എന്ന് പറയുകയാണ്. ഞാനടക്കം പോയിരുന്നു, ദേവസ്വത്തിൻ്റെ ആളുകളുണ്ടായിരുന്നു. മന്ത്രി പറഞ്ഞു, ഞാൻ ഫോണിൽ വിളിച്ചു, എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ ഓഫീസിലുണ്ടായിരുന്നു. ഈ ഓഫീസിലുണ്ടായിരുന്ന മന്ത്രിക്ക് ഇവിടെ വരെ വന്നാൽ എന്താ കുഴപ്പം? ഇവിടെയുള്ള MLA ക്ക് ഇവിടെ വരെ വന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ മന്ത്രിയില്ല, MLA ഇല്ല, കളക്ടറില്ല, കമ്മീഷനില്ല. ഇനി ഞാൻ ഒന്നും കൂടി പറയാം. ഇവിടെ മത്സരിക്കുന്ന മറ്റൊരു MP ഉണ്ട്, അയാൾ നിലവിൽ MP ആണ്. നിരവധി പ്രാവശ്യം വിളിച്ചു. തിരുവമ്പാടി മറ്റേ ദേവസ്വത്തിൻ്റെ ജനറൽ സെക്രട്ടറി അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം, ഗിരീഷ്. അദ്ദേഹമാണ് സുരേഷ് ഗോപി വിളിച്ചത്. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സെക്രട്ടറി സുരേഷ് ഗോപി വിളിച്ചു, സുരേഷ് ഗോപി എത്തി. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ഗിരീഷ് മുരളീധരനെ വിളിച്ചു, മുരളീധരൻ വന്നില്ല, പോത്തുപോലെ കിടന്നുറങ്ങി. തൃശ്ശൂർ പൂരം ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉറക്കൊളച്ച് ഈ റൗണ്ടിൽ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ പോത്തുപോലെ കിടന്നുറങ്ങി മുരളീധരൻ. വന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് വരുന്നത് എത്ര മണിക്കാണ്? 7 മണിക്കാണ്. 7 മണിക്ക് വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഏറ്റവും രസകരമായ സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാം കഴിഞ്ഞ് പടക്കം പൊട്ടുന്നത് കാണാൻ വന്നു. മുരളീധരൻ പടക്കം പൊട്ടുന്നത് കാണാൻ വന്നു, വെടിക്കെട്ട് കാണാൻ വന്നു. വെടിക്കെട്ട് കണ്ടിട്ട് അദ്ദേഹം ഒരു വെടിക്കെട്ട് നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇത് BJPയെ വളർത്താൻ വേണ്ടി ചെയ്ത പണിയാണ്. ഏത്? BJPയെ വളർത്താൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ വാസ്തവത്തിൽ ഏറ്റവും നിഷ്ക്രിയമായ അങ്ങേറ്റത്തെ അപമാനം ഈ തൃശ്ശൂർ പൂരത്തിനുണ്ടാക്കിയ സംഭവമാണ് ഇന്നലെ നടന്നത്. അതിനെതിരായിട്ടുള്ള ജനരോഷം അതിശക്തമാണ്. ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി ഇതിനെ അപലപിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, തൃശ്ശൂർ പൂരം തകർക്കാൻ ഈ സർക്കാർ, പിണറായി സർക്കാർ ആചാരത്തെയും അനുഷ്ഠാനത്തെയും തകർക്കാനുള്ള ശ്രമം ബോധപൂർവമായി നടത്തുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കുടമാറ്റ സമയം മുതൽ തന്നെ പോലീസിൻ്റെ ഇടപെടലുകൾ മോശമായി തുടങ്ങിയിരുന്നു. കുടമാറ്റ സമയത്ത് തന്നെ. കുടമാറ്റം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലുള്ള കുടകൾ, ആ കുടകൾ ഓരോ വിചാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. ആ കുടമാറ്റം മുതൽ തന്നെ അവർക്കിഷ്ടപ്പെടാത്ത ചില കുടകൾ അവിടെ ഉയർന്നതാണോ ഇതിന് സംശയം എന്നും ഞാൻ സംശയിക്കുകയാണ്. CPM-നും കോൺഗ്രസിനും ഇഷ്ടപ്പെടാത്ത ചില കുടകൾ ആനപ്പുറത്ത് ഉയർന്നിട്ടുണ്ടോ, അതാണോ കാരണം എന്നും സംശയിക്കുന്നു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തം, തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാൻ, തൃശ്ശൂർ പൂരത്തെ അവമതിക്കാൻ, തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ ബോധപൂർവമായ ശ്രമം ഭരണകൂടത്തിൻ്റെ പക്കൽ നിന്ന് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഭരണകൂടം അതിന് മറുപടി പറയണം. ഞാൻ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, പോലീസുകാരൻ്റെ മർദ്ദനമേറ്റ തിരുവമ്പാടി ദേവസ്വത്തിലെ കുത്തുവിളക്ക് പിടിക്കുന്ന വാര്യർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണം. നിരപരാധിയായ ഒരു വ്യക്തിയെ മർദ്ദിച്ചതിന് നഷ്ടപരിഹാരം നൽകണം. ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ ഞങ്ങൾ സ്വീകരിക്കും.